ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആരോഗ്യം മുതൽ സാമൂഹിക സുരക്ഷ വരെയുള്ള എല്ലാ മേഖലകളിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾ രാജ്യവികസനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. കുറ്റാന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലും കേരള പോലീസ് രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പേവിഷബാധയ്ക്കെതിരായ ബോധവൽക്കരണ ക്ലാസുകൾക്ക് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നാളെ തുടക്കം. കടൽ ഭിത്തികൾ കെട്ടി സംസ്ഥാനത്തെ കടലോര മേഖലകളെ പരമാവധി സംരക്ഷിക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മുല്ലപ്പെരിയാർ ഡാം തുറന്നതിനാൽ പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. ജലനിരപ്പ് 136 അടിയിൽ തുടരുന്നു. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര യോഗ ദിനാഘോഷത്തിന് രാജ്യത്തും ലോകമെമ്പാടും ലഭിച്ച സ്വീകാര്യത കൂടുതൽ ആളുകളെ യോഗ സ്വീകരിക്കാൻ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 123-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ സംഘടന ഭാരതത്തെ ട്രക്കോമ രഹിത രാജ്യമായി പ്രഖ്യാപിച്ചുവെന്നും രോഗത്തിനെതിരെ അക്ഷീണം പോരാടിയ ദശലക്ഷക്കണക്കിന് ആളുകളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ മാത്രം ഉപഭോക്താക്കൾ വാങ്ങുകയും വ്യാപാരികൾ ഇവ വിൽക്കുകയും ചെയ്താൽ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് നവീന ഊർജ്ജം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. खादी, हैंडलूम, हैंडीक्राफ्ट, वोकल फॉर लोकल, इन्हें भी आपको हमेशा याद रखना है. ग्राहक भारत में बने प्रोडक्ट ही खरीदें और व्यापारी भारत में बने प्रोडक्ट ही बेचें तो आत्मनिर्भर भारत अभियान को नई ऊर्जा मिलेगी. ശുഭാൻഷു ശുക്ലയുടെ ബഹിരാകാശ യാത്രയിലൂടെ രാജ്യം പുതുചരിത്രം സൃഷ്ടിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ജൂലൈ 1 ഡോക്ടർമാരുടെയും ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരുടെയും ദിനമാണെന്ന് ഓർമ്മപ്പെടുത്തിയ ശ്രീ മോദി 2 തൊഴിൽ മേഖലയിലുള്ളവരും സമൂഹത്തിന്റെ സുപ്രധാന സ്തംഭങ്ങളാണെന്നും അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ സ്ത്രീകൾ മുഴുവൻ സമൂഹത്തിനും പുതിയ ദിശാബോധം നൽകുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ വനിതകൾ നയിക്കുന്ന സംരംഭങ്ങളെക്കുറിച്ചും ശ്രീ മോദി പരാമർശിച്ചു. विमेन लेड डेवलपमेंट का मंत्र भारत का नया भविष्य गढ़ने के लिए तैयार है. हमारी माताएं, बहनें, बेटियां आज सिर्फ अपने लिए ही नहीं बल्कि पूरे समाज के लिए नई दिशा बना रही हैं. കുറ്റാന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലും കേരള പോലീസ് രാജ്യത്തിന് തന്നെ മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിൽ പിണറായി പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മികച്ച സൈബർ പോലീസ് വിഭാഗമാണ് സംസ്ഥാനത്തുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നാളെ വിരമിക്കും. 1991 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ അദ്ദേഹം പോലീസ് മേധാവിയായി 2 വർഷത്തെ സേവനത്തിനു ശേഷമാണ് വിരമിക്കുന്നത്. വിശിഷ്ട സേവനത്തിന് 2016 രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും 2007 ഇന്ത്യൻ പോലീസ് മെഡലും ലഭിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ 5 പതിറ്റാണ്ട് എന്ന വിഷയത്തിൽ BJPയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഒരു കാലത്തും ഭരണഘടനയെ ബഹുമാനിച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണത്തോടനുബന്ധിച്ച് രാവിലെ പൂജപ്പുര ഭഗത് സിംഗ് പാർക്കിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വൃക്ഷത്തൈ നട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഉന്നയിച്ച ആരോപണങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് വേഗത്തിൽ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യ പ്രവർത്തകർ വളരെ മികച്ച സേവനമാണ് നടത്തുന്നത്. ഡോക്ടർ ഹാരിസ് സത്യസന്ധനാണെന്നും പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സംവിധാനത്തോടുള്ള വിശ്വാസം കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ആരോഗ്യമേഖല തകർച്ചയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നടത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. അശാസ്ത്രീയമായ പ്രതിരോധ കുത്തിവയ്പും ചികിത്സയും സർക്കാർ അന്വേഷിക്കേണ്ടതാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി UDF നിയോഗിക്കുന്ന സമിതി നാളെ മുതൽ നിലവിൽ വരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആരോഗ്യവകുപ്പിൽ ഉപകരണക്ഷാമത്തെക്കുറിച്ച് വിവിധ തലങ്ങളിലുള്ളവരെ അറിയിച്ചിട്ടും അതിന് പരിഹാരം കാണാൻ കഴിയാത്തത് ഗുരുതരമായ സാഹചര്യമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി.
പ്രതിദിനം രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അപര്യാപ്തതയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പേവിഷബാധയ്ക്കെതിരെ നാളെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. അസംബ്ലി സമയത്ത് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ക്ലാസ്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജൂലൈ മാസത്തിൽ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും PTA യോഗങ്ങളിലൂടെ സമാനമായ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പൊതുജനങ്ങളുടെ അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഫയൽ അദാലത്ത് മറ്റന്നാൾ മുതൽ ഓഗസ്റ്റ് 31 വരെ നടക്കും. ഇതിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചു. ഈ വർഷം മെയ് 31 വരെയുള്ള ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്കൂളുകളിലെ അക്കാദമിക ഇതര കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സർക്കാരാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സൂംബ പരിശീലനത്തെ വിമർശിക്കുന്നവർ കായിക ലോകത്തെയാണ് ആക്ഷേപിച്ചത്. ഇത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. സൂംബെ ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ്. ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമാണ്. ആ കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കായിക ലോകത്തെ ആകെ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ, കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡാം തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കാൻ തുടങ്ങിയെങ്കിലും മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് റൂൾ കർവ് ലെവലിന് മുകളിൽ തുടരുന്നു. നിലവിൽ 136.25 അടിയാണ് ജലനിരപ്പ്. 136 അടി എന്നുള്ള റൂൾ കർവ് ഈ മാസം 30 വരെയാണ്. ഇതിനുശേഷം റൂൾ കർവ് ലെവലിൽ മാറ്റം വരും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മുല്ലപ്പെരിയാർ ഡാമിന്റെ 13 സ്പിൽവേ ഷട്ടറുകൾ വഴിയും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് 30 സെന്റിമീറ്റർ വീതമാക്കി ഉയർത്തി. രാവിലെ 10 സെന്റിമീറ്റർ വീതം വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിരുന്നെങ്കിലും ജലനിരപ്പ് റൂൾ കർവ് ലെവലിലേക്ക് എത്തിയിരുന്നില്ല. എരച്ചിൽപാലം ടണൽ വഴി 2117 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. നിലവിൽ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശമായ പെരിയാർ വനമേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഇത് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറയാൻ കാരണമാകും. വെള്ളം ഒഴുകിയെത്തുന്ന പെരിയാറിന് ഇരുകരകളിലും ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ പെരിയാറിൽ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്നതിനാലും മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം നിയന്ത്രിത അളവിൽ എത്തുന്നതുകൊണ്ടും പ്രദേശത്ത് ആശങ്കയില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. സംസ്ഥാനത്തെ കടലോര മേഖലകളെ പരമാവധി കടൽ ഭിത്തികൾ കെട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള മത്സ്യഫെഡിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കടൽക്ഷോഭം ചെറുക്കുന്നതിന് ചെല്ലാനത്ത് 344 കോടി രൂപയുടെ കടൽ ഭിത്തി നിർമ്മാണം സർക്കാർ പൂർത്തീകരിച്ചതായി മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട കീഴ്ക്കോഴൂർ ഓർത്തഡോക്സ് പള്ളിയുടെ ശതാബ്ദി ആഘോഷത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. വിശ്വാസികൾ വിശുദ്ധന്മാരായ പത്രോസിനെയും പൌലോസിനെയും മാതൃകയാക്കണമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ബൈപ്പാസിൽ നെല്ലിക്കോടിന് സമീപം കെട്ടിട നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശിയാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ മാതാപിതാക്കൾ കസ്റ്റഡിയിൽ. 2 തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടതാണോ എന്നതിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യം മുതൽ സാമൂഹിക സുരക്ഷ വരെയുള്ള എല്ലാ മേഖലകളിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾ രാജ്യവികസനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. കുറ്റാന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലും കേരള പോലീസ് രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പേവിഷബാധയ്ക്കെതിരായ ബോധവൽക്കരണ ക്ലാസുകൾക്ക് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നാളെ തുടക്കം. കടൽ ഭിത്തികൾ കെട്ടി സംസ്ഥാനത്തെ കടലോര മേഖലകളെ പരമാവധി സംരക്ഷിക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മുല്ലപ്പെരിയാർ ഡാം തുറന്നതിനാൽ പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. ജലനിരപ്പ് 136 അടിയിൽ തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.